Yes, I am back with another video. I am GGK. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർട്ട് ഈസ് നോട്ട് പൊളിറ്റിക്കൽ എന്ന ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്, നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് എന്നെനിക്ക് അറിയാൻ ഭയങ്കര കൗതുകമാണ്. നിങ്ങളൊന്ന് ജസ്റ്റ് നിങ്ങളുടെ സൈഡ്, നിങ്ങൾ ഏത് സൈഡിലാണെന്ന് അറിയണമെന്നുണ്ട്, ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം. സോ കമ്മിങ് ബാക്ക് ടു ദ വീഡിയോ, അതെങ്ങനെ ആയിരിക്കും, അതിൻ്റെ ഒറിജിൻ എങ്ങനെയായിരിക്കും, അതിൻ്റെ ഒറിജിൻ എവിടെ ആയിരിക്കും? പണ്ട് കേവ്മെൻ ആയിരുന്ന സമയത്ത് മൂളിപ്പാട്ടും പാടിയും പാറയിലും ഗുഹയിലും ഒക്കെ കുത്തി വരച്ചും രാത്രി സമയങ്ങളിൽ ബഡായി അടിച്ചും ഇല്ലാത്ത കഥകളും പറഞ്ഞ് മനുഷ്യരെ ഒരു രസിപ്പിച്ചിരുന്ന സാധനം, മനുഷ്യരുടെ തന്നെ കറപ്റ്റഡ് മെൻറ്റാലിറ്റി കാരണം ഒരു സൊസൈറ്റിയിൽ ഇംബാലൻസ് ആവുമ്പോൾ എന്ന് വെച്ചാൽ രണ്ട് ആൾക്കാർ തമ്മിൽ തർക്കം അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഫ്ലിക്റ്റ് വരുമ്പോൾ റൈറ്റ്സും ലൈബിലിറ്റീസും ഡ്യൂട്ടീസും ഒബ്ലിഗേഷനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ചായി അത് അയാളുടേതും ഇയാളുടേതും എല്ലാം അങ്ങനെ വരുമ്പോൾ രണ്ട് പേരുടെ ഇടയിലുള്ള ഫൈറ്റ് 4 ആവും, 4 16 അതൊരു കമ്മ്യൂണിറ്റി ആവും. അതിലെന്ത് വേണോ വരാം, റേസ് ആവാം, കാസ്റ്റ് ആവാം, ജെൻഡർ ആവാം, റിലീജിയൻ ആവാം, മണ്ണ് വരെ ആവാം. ഇപ്പോഴത്തെ കറണ്ട് സെനേറിയോ വെച്ചിട്ട് എന്ത് വേണോ ആവാം. ഇത് കാലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരുന്ന കാര്യമാണ്. ഇതേ കാര്യങ്ങൾ ആർട്ട് ഉപയോഗിച്ചും അവർ യൂസ് ചെയ്യാറുണ്ട്. ഒരു സൈഡിൽ അതൊരു മീഡിയം ഓഫ് പ്രൊട്ടസ്റ്റാണ്, അത് അവരുടെ വോയിസ്ലെസ് ആൾക്കാരുടെ സൗണ്ട് ആംപ്ലിഫൈ ചെയ്ത് അത് പുറത്തോട്ട് അറിയിക്കുന്നൊരു മെത്തേഡാണ്. അറ്റ് ടൈംസ് ഓഫ് ഡിസ്ട്രസ് സോഴ്സ് ഓഫ് കംഫർട്ടായിട്ട് യൂസ് ചെയ്യുന്നു. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് നൈന സൈമണിൻ്റെ ഫീലിംഗ് ഗുഡ് പാട്ട്. എല്ലാവർക്കും അറിയായിരിക്കും. ഇറ്റ്സ് എ ന്യൂ ഡോൺ, ഇറ്റ്സ് എ ന്യൂ ഡേ, ഇറ്റ്സ് എ ന്യൂ ലൈഫ് ഫോർ മീ ആൻഡ് ഐ ആം ഫീലിംഗ് ഗുഡ്. പാട്ട് പാടണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. എനിവേ, അത് വേറെ, അതല്ല ഇവിടുത്തെ വിഷയം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഈ പാട്ട് ശരിക്കും ഒറിജിനലി ക്രിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ കമ്പോസ് ചെയ്ത ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ആൻ്റണി ന്യൂലിയും ലെസ്ലിയുമാണ്. ഇവർ അവരുടേതായ രീതിയിൽ ആർട്ടിസ്റ്റ് അവർ കമ്പോസ് ചെയ്ത് കിട്ടും. അതിനെപ്പറ്റി അവരെന്തുകൊണ്ടായിട്ടേ എന്നുള്ളതൊന്നും നമുക്ക് ഹിസ്റ്ററിക്കലി ആക്യുറേറ്റോ ഇൻഫർമേഷനോ ഒന്നും ഇല്ല. ബട്ട് നൈന സൈമൺ ഇതിന് ശേഷം 1-2 വർഷത്തിന് ശേഷം നൈന സൈമൺ ഇതേ പാട്ടെടുത്തിട്ട് സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റിനായിട്ട് യൂസ് ചെയ്തു. അപ്പം ഒരു സാധാരണ സോങ് അവരവരുടെ സർക്കംസ്റ്റാൻസസും അവരുടെ രീതിയിൽ പ്രസൻറ്റ് ചെയ്തപ്പോൾ അതൊരു സിവിൽ റൈറ്റ് മൂവ്മെൻറ്റിൻ്റെ ടൂളായിട്ട് യൂസായി. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കുറേ പേര് കവേഴ്സൊക്കെ ചെയ്ത് മൈക്കിൾ ബൂബ്ലെ, അവൻസി, അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകൾ റീവർക്ക് ചെയ്തു. അപ്പോൾ ശരിക്കും ആ ആർട്ടിൻ്റെ ഒരു എവല്യൂഷനാണ് ഇപ്പം കണ്ടത്. ലൈക്ക് ഒരു ആർട്ട് എന്തിനാണോ തുടങ്ങിയത്, പിന്നീട് അത് വേറെ രീതിയിൽ പെർസെപ്ഷൻ മാറി, അതിൻ്റെ കോണ്ടെക്സ്റ്റ് മാറി, അത് വേറെ കാര്യത്തിനായിട്ട് ഉപയോഗിച്ചു, പിന്നീട് അത് വീണ്ടും പെർസെപ്ഷൻ മാറുന്നു, അത് വേറെ കാര്യങ്ങൾക്ക് ഇപ്പോഴും ഉപയോഗിക്കാം. അതേ സമയത്ത് വേറൊരു സൈഡിൽ നോക്കുമ്പോൾ, ഒരു സൈഡിൽ മീഡിയം ഓഫ് പ്രൊട്ടസ്റ്റ് ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് അവരുടെ ഐഡിയോളജീസ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഐഡിയോളജീസ്, അതിന് എതിരെയുള്ള ഐഡിയോളജീസ് ഫൈറ്റ് ചെയ്യാനും അത് പ്രൊപ്പഗേറ്റ് ചെയ്യാനും സ്പ്രെഡ് ചെയ്യാനും അത് ഇൻജക്റ്റ് ചെയ്യാനും ഇൻഫ്ലുവൻസ് ചെയ്യാനും ഉപയോഗിക്കുന്നു. ഇത് നന്നായിട്ടും യൂസ് ചെയ്യാം, മോശമായിട്ട് യൂസ് ചെയ്യാം. അത് എങ്ങനെയാണെന്ന് കൂടെ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അത് പറയും. ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ആർട്ടിന് കിട്ടേണ്ട വാല്യൂ കിട്ടുന്നുണ്ടോ? ഇപ്പം ആ സൈഡും ഈ സൈഡും എന്നൊക്കെ വരികയാണെങ്കിൽ എവറിത്തിങ് ഈസ് ആർട്ട് എന്ന് സ്റ്റേറ്റ്മെൻറ്റിലോട്ടെങ്കിൽ ആ ഒരു കണ്ടീഷനിലോട്ട് വരത്തില്ലേ? അപ്പം ആർട്ടിനെ എന്ത് വെച്ചാണ് നമ്മൾ ത്രാസ് വെയ് ചെയ്യേണ്ടത്? അതിൻ്റെ കണ്ടൻ്റാണോ, അതിൻ്റെ ബ്യൂട്ടിയാണോ, അല്ലെങ്കിൽ അതിൻ്റെ എഫേർട്ടാണോ? എങ്ങനെയാണ് ഇതിനെ വെയ് ചെയ്യാൻ പറ്റുന്നത്? അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളായിട്ട് ബനാന ടേപ്പിൻ്റെ ഒരു ആർട്ട് ഇൻസ്റ്റലേഷൻ ഉണ്ട്. എത്ര ബില്യൺസ് ഓഫ് ഡോളേഴ്സിനാണ് അത് വിറ്റുപോയത്. അത് വിറ്റ് പോകുന്നതല്ല ഇഷ്യൂ. അതേ സമയത്ത് ഇവിടെ വേറൊരു ആർട്ടിസ്റ്റ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു കണ്ടന്റ് ഡ്രിവൻ ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം എക്സ്പ്രസ് ചെയ്ത് അതിനെ പറ്റി പറയുമ്പോൾ അതിന് കിട്ടേണ്ട വാല്യൂ കിട്ടുന്നുണ്ടോ? അതോ ഇനിയിപ്പം അത് കിട്ടേണ്ട വാല്യൂക്ക് വേണ്ടി ചെയ്തതാണോ ഇല്ലതെ ഉള്ളതല്ല ഇവിടുത്തെ വിഷയം.
അയ്യോ ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ടോപ്പിക്ക് മാറും. എനിവേ അത് വേറെ കാര്യം, അത് ക്യാപിറ്റലിസം, എലിറ്റിസം, ടാക്സ് ഇവേഷൻ, അത് വേറെ വേറെ വേറെ, അത് നമുക്ക് വേറൊരു ദിവസം ആവട്ടെ. എൻ്റെ പോയിൻ്റ് ഈസ്, രണ്ട് സൈഡുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെയാണ്, മറ്റേ സൈഡിൽ ഇങ്ങനെയാണ്. ഇങ്ങനെ വരുമ്പോൾ അപ്പം ആർട്ട് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ? ആർട്ട് എത്രത്തോളമാണ് കറക്റ്റായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യുന്നത്? ഈ ആർട്ട് എന്ന വാക്ക് പറയുമ്പോൾ തന്നെ എല്ലാം ഉണ്ട് കേട്ടോ. ഇപ്പം പോയംസ് ആയാലും, റൈറ്റപ്സ് ആയാലും, ആർട്ടിക്കിളായാലും, ഡ്രോയിങ്സ്, പെയിൻറ്റിങ്സ്, മ്യൂസിക്, മൂവീസ്, ഗെയിംസ്, എവരി സോർട്ട് ഓഫ് തിങ്, എല്ലാ ആസ്പെക്റ്റും ആർട്ടായിട്ട് വരുന്ന ആ ഒരു ഹോൾ യൂണിവേഴ്സൽ കോൺസെപ്റ്റിനെയാണ് പറയുന്നത്. ഇതിലൊരു ഭംഗിയുള്ളൊരു കോട്ട് ഞാൻ ശ്രദ്ധയപ്പെട്ടെന്ന് പറഞ്ഞാൽ, ഇൻ ഓർഡർ ടു റൈറ്റ് പോയട്രി ദാറ്റ് ഈസ് ഇൻ പൊളിറ്റിക്കൽ, I must listen to the birds, and in order to hear the birds, the warplanes must be silent. ഈ ഒരു കോട്ട് തന്നെയാണ് മെയിൻ വീഡിയോൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ്, അല്ലെങ്കിൽ ഇത് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ച കാര്യം. എപ്പോഴും ആർട്ട് പൊളിറ്റിക്കലാണോ, അല്ല പൊളിറ്റിക്കലല്ല, അപ്പോൾ ആൾക്കാർ ഇതല്ലേ, അങ്ങനെയൊക്കെ കുറേ ഇത് വരും, തർക്കം വരും, സംസാരം വരും. അപ്പോഴേ ശരിക്കും എന്താണ് എന്നുള്ള കോൺവെർസേഷൻ വരുമ്പോഴും ആൾക്കാർ പറയുമ്പോഴും എന്താവണം എന്ന് ആഗ്രഹിക്കുമ്പോൾ, ആർട്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ആർട്ട് എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് ജസ്റ്റ് എക്സ്പ്രഷൻ ഓഫ് ദ ആർട്ടിസ്റ്റ്. ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ക്രിയേറ്റർ, അയാളുടെ എക്സ്പ്രഷൻ ഓഫ് സംതിങ് ആണ്. ആ സംതിങ് ക്യാൻ ബി എനിത്തിങ്. ആ സംതിങ് ക്യാൻ ഡിപ്പെൻഡ്സ് ഓൺ ഹിസ് സർക്കംസ്റ്റാൻസസ്, അയാൾ ജീവിച്ച ശൈലി, അയാളുടെ ഐഡിയോളജീസ്, അയാളുടെ ബയസ്ഡ് ഒപ്പീനിയൻ, അയാളുടെ ഇൻഫ്ലുവൻസ്, അയാളുടെ ഹ്യൂമാനിറ്റി, മൊറാലിറ്റി, അയാളുടെ എന്തവസ്ഥയാണോ, അയാൾ ഏത് കൈൻഡ് ഓഫ് സൊസൈറ്റിയിലാണ് വളർന്നത്, അയാൾ സൊസൈറ്റിയോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്, നാട്ടുകാരെന്ത് വിചാരിക്കും എന്ന് കൈൻഡ് ഓഫ് രീതിയും എല്ലാം എവരിത്തിങ് ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ് ആർട്ടിസ്റ്റ്. ആ ആർട്ടിസ്റ്റിൻ്റെ ഒരു ബയസ്ഡ് ഒപ്പീനിയൻ മാത്രമാണ് ആർട്ട്. ആർട്ട് ഓൾവേസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ആർട്ടിസ്റ്റ്. കാരണം അത് അയാളുടെ മാത്രം ബയസ്ഡ് എക്സ്പീരിയൻസ് ആണ്. അത് അയാൾക്ക് പറയാൻ തോന്നുന്നു, അയാൾ പറഞ്ഞു, അല്ലെങ്കിൽ അത് അയാൾ എക്സ്പ്രസ് ചെയ്യാൻ തോന്നുന്നു, എക്സ്പ്രസ് ചെയ്തു. അത് ഇറ്റ് ക്യാൻ ബി ഇൻ എനി ഫോം, എനി രീതി, ഏത് ഫീൽഡ്, എനി പ്ലാറ്റ്ഫോം, അതൊന്നും വിഷയമില്ല. അയാൾ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ക്രിയേറ്റർ ഓഫ് സംതിങ് എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. അത്രയും സിമ്പിൾ തോട്ടിൽ നിന്ന് അപ്പോൾ അയാൾക്ക് എന്താണോ പറയണ്ടേ, അയാളുടെ ഏത് കൈൻഡ് ഓഫ് മൈൻഡ് സെറ്റാണ്, അയാൾ ഏത് സൈഡിലാണ്, അയാൾ ഏത് കമ്മ്യൂണിറ്റിയിലാണ്, അയാൾ എന്തിനനുസരിച്ചിരിക്കും, അതനുസരിച്ചിരിക്കും അതിൻ്റെ ആ വർക്ക്. അപ്പം ഗുഡ് ഓർ ബാഡ് അല്ലെങ്കിൽ മോറൽ ഇമ്മോറൽ ആ കോൺസെപ്റ്റൊന്നും ആർട്ടിനില്ല. അത് നമ്മൾ ജഡ്ജ് ചെയ്യുന്ന മനുഷ്യർക്കാണുള്ളത്. അപ്പം ആർട്ട് ക്യാൻ ബി എനിത്തിങ് ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എനിത്തിങ്. അത് എന്ത് ടൂളായിട്ട് വേണോ യൂസ് ചെയ്യാം, അത് എങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അത് എങ്ങനെയൊക്കെ ആക്കാം എന്ന് ഒരു ആർട്ടിസ്റ്റിന് തീരുമാനിക്കാം. അപ്പം അത് പൊളിറ്റിക്സിനായിട്ട് അല്ലെങ്കിൽ പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ് ചെയ്യണോ, അല്ലെങ്കിൽ അതൊരു പ്രൊപ്പഗാൻഡ സ്പ്രെഡ് ചെയ്യണോ, അല്ലെങ്കിൽ ഹിസ്റ്ററിനെ ഓൾട്ടർ ചെയ്യണോ, അല്ലെങ്കിൽ ഹിസ്റ്ററിയിൽ നടന്ന കാര്യം കറക്റ്റായിട്ട് കൺവേ ചെയ്യണോ, അല്ലെങ്കിൽ ഹിസ്റ്ററിയിൽ ഒരു മോശം കാര്യം നടന്നിട്ട് അങ്ങനെ നടക്കാതിരിക്കണോ, അതോ സറ്റയറിക്കൽ കോമഡി സറ്റയറായിട്ട് ചെയ്യണോ, കോമഡി ആക്കണോ, ഡാർക്ക് കോമഡി ആക്കണോ, എന്ത് വേണോ ആവാം. ഒരു ചെറിയൊരു കാര്യം അതൊരു ലോകത്ത് ഒരു സൈഡിൽ അറിഞ്ഞത് അത് പുറം ലോകത്തുള്ള എല്ലാവരും അറിയിക്കണം, എന്ത് വേണോ ആവാം. എന്തായാലും മൊത്തത്തിൽ പറയാമെന്ന് പറഞ്ഞാൽ ആർട്ട് എന്ന് പറയുന്ന സാധനം ഒരു ഇൻഡിപെൻഡൻറ്റ് എൻറ്റിറ്റിയാണ്. അതിലൊരു ക്രിയേറ്റർ ഉണ്ട്, ആർട്ടിസ്റ്റ്. ആ ആർട്ടിസ്റ്റിൻ്റെ അവസ്ഥ, ആ ആർട്ടിസ്റ്റ് എന്താണോ ആ അവസ്ഥയായിരിക്കും ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യണം. അപ്പോൾ ആ ആർട്ടിനെ അപ്രിഷ്യേറ്റ് ചെയ്യണോ അല്ലെങ്കിൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്യണോ എന്നുള്ളതിൻ്റെ ആ അവകാശം മൊത്തം ആ ആർട്ട് എവിടെയാണോ പ്രസൻറ്റ് ചെയ്യണേ അല്ലെങ്കിൽ അത് കാണുന്നത്, അത് അഭിപ്രായം പറയാനും ചെയ്യാനും ക്രിട്ടിസൈസ് ചെയ്യാനും എല്ലാം ഉള്ള എല്ലാ അവകാശവും ഉണ്ട്. അത് കാരണം ആർട്ടിസ്റ്റിന് വേണമെങ്കിൽ നന്നാവാം, നന്നാവാതിരിക്കുക. അത് ആർട്ടിസ്റ്റിൻ്റെ സ്വഭാവ ശുദ്ധി പോലെ ഇരിക്കും. നല്ല രീതിയിലാണോ അത് മോശം രീതിയിലാണോ എന്നൊന്നും നമുക്കിങ്ങനെ വേറെ കണ്ണ് കൊണ്ടോ അല്ലെങ്കിൽ ഒരാളുടെ ഒരു ബയസ്ഡ് സൈഡ് വെച്ചിട്ടോ അങ്ങനെയൊന്നും നമുക്ക് അങ്ങനെയൊന്നും അളക്കാനൊന്നും പറ്റത്തില്ല. ഇൻ എൻ ഐഡിയൽ വേൾഡ്, ഈ നേരത്തെ പറഞ്ഞ ഒരു കറപ്റ്റഡ് മെൻറ്റാലിറ്റി ഒന്നും ഇല്ലെങ്കിൽ, മനുഷ്യരെല്ലാവരും ഹാർമണിയിൽ പീസ്ഫുള്ളായിട്ടാണ് നിൽക്കുന്നെങ്കിൽ, ആർട്ട് ഈസ് നോട്ട് പൊളിറ്റിക്കൽ. കാരണം അന്ന് ആർട്ട്
ആർട്ടിൻ്റെ ബ്യൂട്ടി മാത്രമേ കാണാൻ പറ്റൂ. അന്ന് ആർട്ട് പൊളിറ്റിക്കൽ ആവാതെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻറ്റിറ്റിയായി മാറും. സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദാറ്റ്. അതൊരു വലിയൊരു ജേണിയാണ്, അതൊരു ഐഡിയൽ സ്റ്റേറ്റാണ്. അതുവരെ ആർട്ട് ഈസ് പൊളിറ്റിക്കൽ. സേവ് ഹ്യൂമാനിറ്റി, സേവ് ആർട്ട്. ദാറ്റ്സ് ഓൾ.